സോപ്പുകാരിയാ മോളെ. നിന്റെ അച്ഛന്റെ കൈയും പിടിച്ച് ഞാൻ പാലക്കയെ കൂടെ വരികയായിരുന്നു. നടുക്കി വന്നപ്പോ നിന്റെ അച്ഛനെ കാല് തെറ്റി പൊത്തോന്നൊരു വീഴ്ച. എന്നെ രക്ഷിക്കണം, ഈശ്വരനെ ഓർത്ത് തന്നെ രക്ഷിക്കണം. ആരാ? ഞാൻ സുഗുണേന്ദ്രൻ. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല, ഉണ്ടാകും. അതിനു മുമ്പ് എന്നെ രക്ഷിക്കണം. ഞാനൊരു BSc കാരനാണ്, തൊഴിലില്ല. 5 സഹോദരിമാരുണ്ട്. അമ്മയ്ക്ക് വാദം. അച്ഛൻ വേറെ പെണ്ണ് കെട്ടി മൂലമറ്റത്തേക്ക് പോയി. എന്നെ കൈവിടരുത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. താനും ഏതാദ്യം പറയണമെന്ന് ഒരു നിശ്ചയമില്ല അമ്മജി. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ആ ബംഗ്ലാവിൽ നിന്ന്. അവിടെ കരിവെപ്പുകാരനായിട്ട് ഇപ്പൊ ഒരു നിയമനം കിട്ടി. ആ തൊഴിൽ മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ അതൊന്ന് പഠിപ്പിച്ചു തരണം. പഠിപ്പിച്ചു തരാനോ? അത് കൊള്ളാം. ഇന്ന് രാത്രിയിലത്തെ ഊണ് കലക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ തട്ടിയും മുട്ടിയാക്കി നിന്നോളാം. ഈശ്വരനെ വിചാരിച്ച് എന്നെ കൈവിടരുത് അമ്മച്ചി. എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയ്യോ, കാലെവിടെ പോയി അമ്മച്ചി? ഒരു കാറപകടത്തിൽ മുറിഞ്ഞു പോയി മോനെ. ഈ കൊച്ചിനോ? എനിക്ക് കാലുണ്ട്. ഓ ദൈവാധീനം. ഒന്ന് സഹായിച്ച കുഞ്ഞെ, മോക്ഷം കിട്ടും. പിന്നെ വേറൊന്നും വേണ്ടേ? അമ്മേ, അമ്മയുടെ മകനാണെന്ന് കരുതിയാ മതി അമ്മേ. എന്റെ ശരീരത്തിൽ ചോരയില്ല അമ്മേ. ആശുപത്രിയിൽ ചെന്ന് ചോര വിറ്റാണമ്മേ ഓരോ സ്ഥലത്തും ഇന്റർവ്യൂവിന് പോകാനുള്ള പണം ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവസാനത്തെ പ്രാവശ്യം ചോര വിൽക്കാൻ ചെന്നപ്പോ ഡോക്ടർ എന്നെ പിടിച്ച് ആശുപത്രി കിടത്തി. ശരീരത്തിൽ ചോരയില്ല അമ്മേ. അവിടുന്ന് ഒളിച്ചോടി പോന്നവനാണ് അമ്മേ ഞാൻ. ഈ അരിവെപ്പ് ജോലിയെങ്കിലും എനിക്ക് കിട്ടിക്കോട്ടമ്മേ. ഒന്ന് സഹായിക്കാൻ പറയണേ. മോളെ, വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനല്ലേ, ഒന്ന് സഹായിച്ചു കൊടുത്തേര്. അരിവെപ്പുകാരനായിട്ടെങ്കിലും ജീവിച്ചോട്ടെ. അത് ശരിയാണോ അപ്പച്ചി? വല്ലവരുടെ അടുക്കള കയറി അവരറിയാതെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മോളെ? എന്നാലും അവരറിഞ്ഞ മോശമല്ലേ അപ്പച്ചി? അവരറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. സാറ് കളി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ കുഞ്ഞിരിഞ്ഞ് പോരാം. ഒന്ന് സഹായിക്കുഞ്ഞേ പ്ലീസ്. ചെല്ല് മോളെ, ഇനി എന്തായാലും മടിയൊന്നും പറയണ്ട, ചെല്ലേ. എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. എന്നാലും അപ്പച്ചി നിർബന്ധിക്കുന്നോണ്ട് ഞാൻ പോകാം. ഓ എന്റെ ഗുരുവായൂരപ്പാ, വന്നട്ടെ കുഞ്ഞെ, വന്നട്ടെ. ചെല്ലേ. കുഞ്ഞെ, അവിൽ നീ കായ എങ്ങനെ എരിയും? തൊലി കളഞ്ഞ് ഇത്രയും നീളത്തിൽ കഷ്ണിച്ചെടുക്കൂ. അരി എന്തോ നോക്കൂ. കുഞ്ഞു തന്നെ നോക്കിയാട്ടെ. ഇച്ചിരൂടെ വേകണം. വേവട്ടെ വേവട്ടെ. സുഗുണേന്ദ്ര, താൻ ആള് കൊള്ളാലോടോ. സമയം തീരെ ഇല്ലാതെ പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും കൂടിയൊക്കെ. ഇനിയും വിഭവങ്ങളോ? ഇത് തന്നെ വളരെ കൂടുതൽ. എല്ലാം തിടുക്കത്തിലായിരുന്നു. കറികളൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ഇതിനേക്കാൾ നല്ല കറികളോ? ഉഗ്രൻ ഉഗ്രൻ. അത് സാർ ഒരു തങ്ങാക്ക് പറഞ്ഞാണെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല സുഗുണേന്ദ്രൻ, ഇത്രയും നല്ല കറികൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. എന്തൊരു സ്വാദാണ്. സാറിന്റെ സന്മനസ്. ഏതായാലും അമ്മ വരുന്നവരെ ഈ പരിപാടി അങ്ങ് നീങ്ങട്ടെ. ബാക്കി കാര്യം അത് കഴിഞ്ഞാലോചിക്കാം. ആളൊരു പാവാണെന്ന് തോന്നുന്നു. അവനെ കണ്ടിട്ട് ബോംബെയിലുള്ള എന്റെ മോൻ ശ്രീധരനെ പോലിരിക്കുന്നു. ശരിയാ അപ്പച്ചി, അയാൾക്ക് ശ്രീയേട്ടന്റെ മുഖച്ചായുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം വേഷം കെട്ടണം. മോള് കിടക്കുന്നില്ലേ? നേരം ഒത്തിരിയായി. സുഗുണേന്ദ്ര, സാർ ഇന്ന് ഉച്ചയ്ക്ക് എങ്ങനെ? മട്ടനും ഫിഷും രാവിലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. എങ്കിൽ ഫിഷ് മോളിയും മട്ടൺ ചോപ്സ് ആയിക്കോട്ടെ. ഏറ്റ് സാർ. അങ്ങനെ അങ്ങോട്ട് തകർക്കണോ? തകർക്ക്. ഫിഷ് മോളിയും മട്ടൻ ചാപ്സും, വേറെ ഒന്നും വേണ്ട. എന്റെ മീനാക്ഷി അമ്മേ രക്ഷിക്കണേ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സഹായിച്ചു കൊടു മോളെ. ആ നിൽപ്പ് കണ്ടില്ലയോ? അയ്യോ അപ്പച്ചി, എനിക്ക് ഓഫീസിൽ പോണ്ടേ. സാരമില്ല മോളെ, പോകുന്ന വഴിക്ക് ഒന്ന് കയറി ശരിപ്പെടുത്തി കൊടുത്തിട്ട് മോള് പൊയ്ക്കോ. ഫിഷ് മോളിയും മട്ടൻ ചാപ്സും
ഇതിന്റെയൊക്കെ പേര് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ട് പോലുമില്ല കുഞ്ഞേ. എങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന എന്തിനാ? ഞാൻ നിരപരാധിയാണ് കുഞ്ഞേ. ഇന്നലത്തെ ഊണിന്റെ സ്വാദാണ് ഈ ചതി ചെയ്തത്. കുഞ്ഞ് രക്ഷിച്ചില്ലേ ഞാൻ ചാപ്സായി പോവും. അമ്മച്ചി ചെല്ലു മോളെ. ശരി വാ. ഗീത വരാൻ പറയും. അവരിതുവരെ വന്നില്ല സാർ. മണി 11 ആയല്ലോ, ഇനി വന്നില്ലേ? ഇല്ല സാർ. ഗീതേ, 1.5 മണിക്കൂർ ലേറ്റാണല്ലോ. ലേറ്റ് മാർക്ക് ചെയ്യണം. ഏതായാലും സാറിനോട് ചോദിച്ചിട്ട് ഒപ്പിട്ടാ മതി. ഗീത വന്നില്ലേ? വന്നു സാർ. വരാൻ പറയൂ. സാറ് വിളിക്കുന്നു. ക്ഷണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? എന്താ താമസിച്ചേ? ചോദിച്ചിട്ടില്ലേ എന്താ താമസിച്ചെന്ന്? വീട്ടിൽ നിന്ന് പോരാൻ കുറച്ച് വൈകി. വൈകിയെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം. ഇത് സർക്കാർ ഓഫീസാണ്. അണിഞ്ഞൊരുങ്ങി എപ്പോഴെങ്കിലും ഇങ്ങോട്ടാ പോരാ. കൃത്യസമയത്ത് ഉദ്യോഗം ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്നിന് നിങ്ങൾ ജോലി ചെയ്യണ്ട, ലീവ് എഴുതി കൊടുത്തിട്ട് പോകും. ലേറ്റ് മാർക്ക് ചെയ്താൽ മതിയെന്ന് സൂപ്രണ്ട് പറഞ്ഞത്. അത് സൂപ്രണ്ടല്ല നിശ്ചയിക്കേണ്ടത്. പോണം, പോയി ലീവ് എഴുതി കൊടുത്തിട്ട് പൊയ്ക്കോളൂ. കരച്ചിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇവിടെ വന്ന് നിങ്ങൾ ആരുമില്ല. പോണം. ഒരയൽവാസിയോടുള്ള സ്നേഹമെങ്കിലും കാണിക്കാതെ ഇറക്കി വിട്ടുകളഞ്ഞല്ലേ മോളെ. ലേറ്റ് മാർക്ക് ചെയ്തിട്ട് ജോലി ചെയ്യാൻ സൂപ്രണ്ട് സാർ പറഞ്ഞതാണ്. എന്നിട്ട് മോൾ എന്താ ജോലി ചെയ്യാഞ്ഞത്? അദ്ദേഹം സമ്മതിക്കണ്ടേ അപ്പച്ചി? ഇവിടെ ഇരുന്ന് ഞാൻ അണിഞ്ഞിരുന്നായിരുന്നു അത്ര. എന്ത് പറഞ്ഞാലും എനിക്ക് സത്യം പറയാൻ ഒക്കുവോ? സത്യം പറഞ്ഞാൽ സുഗുണീന്ദ്രനല്ലേ കുഴപ്പം? പോട്ടെ മോളെ, ഒരുത്തിനൊരു ജോലിക്ക് വേണ്ടിയല്ലേ. സഹിച്ചുകള മോളെ, ഈശ്വരൻ അനുഗ്രഹിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരേ കക്ഷിയാ. പക്ഷേ ഞാൻ വേണുവിനെ ഇവിടെ വിളിച്ചു നിർത്തിയത് രാധയെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. അത് നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. എനിക്കത് ഇഷ്ടമല്ല. രാധയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെനിക്ക് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവരെന്താ കേട്ടാ മോളെ കല്യാണം കഴിച്ച് അങ്ങോട്ട് അയക്കാമെന്ന് കരുതുന്നത്? മറ്റൊന്നുമില്ലെങ്കിലും എന്റെ ഒരു സഹോദരി അവിടെ ഉണ്ട്. ഓ, സഹോദരി. നീ എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? ഇത് ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ അമ്മേ? രാധികയെ ബാലകൃഷ്ണൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നിയത് എനിക്കല്ലേ. അത് പറഞ്ഞത് ഞാനല്ലേ. അങ്ങനെയാണെങ്കിൽ രാധികയ്ക്കും ബാലകൃഷ്ണനും സമ്മതമാണോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ബാലകൃഷ്ണന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ തീരുമാനിച്ചാൽ അവൻ അനുസരിച്ചിരിക്കും. രാധികയുടെ കാര്യം ഞാൻ വെക്കുന്നു. എന്നാ പിന്നെ നോക്കാനൊന്നുമില്ല. തീയതി നിശ്ചയിച്ച് കല്യാണം നടത്തണം. എന്നാ ആ കാര്യം ഞാൻ നോക്കുന്നു. കാപ്പ് കുടിച്ചപ്പം വീട്ടിലെ ഡൈനിങ് ടേബിൾ വെച്ചെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സബോള വട്ടത്തിലരിയോ? വട്ടത്തിലരിഞ്ഞാലും നീളത്തിലരിഞ്ഞാലും എന്താ ഗീത കുഞ്ഞെ വ്യത്യാസം? സവാള സവാള തന്നെയല്ലേ. ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത്. അതാണ് അതിന്റെ ചിട്ട. ആഹാ, വട്ടത്തിലേക്ക് വട്ടത്തിൽ. ദാ. ഗീത കുഞ്ഞെ, കുഞ്ഞിന്റെ ചാപ്സ് ഉണ്ടല്ലോ, ചാറ് പോലും കളയാതെ മുഴുവൻ സാറ് കഴിച്ചു. ഒരു എല്ല് പോലും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ കാരണം എന്റെ ജോലി പോകുന്ന തോന്നുന്നത്. അയ്യോ, അതെന്താ കുഞ്ഞെ? തനിക്ക് ചാപ്സും മൂളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഓഫീസ് ചെന്നപ്പോ താമസിച്ചു പോയി. അന്ന് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഇന്നെന്താവും എന്തോ. കുഞ്ഞിനൊരു ദോഷവും വരില്ല.
പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിമാരും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കും. ആ വേഗാട്ടെ. വട്ടത്തിലഴിഞ്ഞു. എന്റെ മഞ്ഞ് സാറേ, സവാള സവാള. നിൽക്കൂ. ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ഗീത ഉണ്ടാക്കി തന്ന സ്വാദുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഞാൻ ഗീതയെ അധിക്ഷേപിച്ചു, ശകാരിച്ചു. ദുഃഖമുണ്ട്. ക്ഷമിക്കും. ഞാൻ പിന്നെ വിശദീകരണം ഒന്നും വേണ്ട, എല്ലാം മനസ്സിലായി. അല്പം താമസിച്ചാണെങ്കിലും. ഇത് നീ ഭയങ്കരമായി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പറ്റുള്ളൂ. ഞാൻ പോകുന്നു സാർ. ഇത് അടുക്കളയുടെ താക്കോൽ. ഈ ഫിഷ് മോളിയും മട്ടൺ ചോപ്സും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാ പറഞ്ഞേ? ശവത്തി കുത്തരുത് സാർ. മടങ്ങി വന്ന മടലൊടിച്ചടിക്കുന്നത് ദൈവദോഷമാണ് സാർ. താനെ വിട്ടിയാക്കി അല്ലേ? തന്നെ അങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്നെ പോലീസിൽ എത്തിക്കല്ലേ സാർ. ഒരു കുടുംബം വഴിയാകാരമായി പോകും സാർ. കേടാത്ത സാർ, അയ്യോ പറഞ്ഞു കൊടുത്തിരിക്കും മോളെ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് കയറി വരേണ്ട കാര്യമുണ്ടോ? എങ്ങനെയായാലും എല്ലാ വിവരങ്ങളും സാർ അറിഞ്ഞു. സോണിന്റെ പണി പോയത് തന്നെ. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് അത് പ്രയോജനപ്പെടാതെ പോയല്ലോ മോളെ. അമ്മജി, അമ്മജി, ഗുരുവായൂരപ്പൻ രക്ഷിച്ചു. ഗീതക്കുഞ്ഞെ രക്ഷപ്പെട്ടു. പിടിച്ച് പോലീസിൽ എത്തിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ, വെക്കേഷൻ പാർട്ടി തിരിച്ചു വരുന്നവരെ സർവീസ് തുറന്നോളാം ഉത്തരവായി. കുഞ്ഞിന്റെ കറിയുടെ രക്ഷപ്പെട്ടെന്ന് പറ മോനെ. എല്ലാ അമ്മച്ചിയുടെയും ഗീതക്കുഞ്ഞിന്റെയും